ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യ. നിലവിൽ ട്രംപ് പ്രഖ്യാപിച്ച അജണ്ടയിൽ മോദിയോടുള്ള സൗഹൃദവും മറ്റ് ഘടകങ്ങളും ഉൾപ്പെടുത്തി ഇന്ത്യയോടുള്ള നയവും മാറ്റുമോ എന്നതാണ് അതിൽ പ്രധാനം. കാരണം കുടിയേറ്റ നിയമത്തിലും വ്യാപാര മേഖലയിലെ ഇടപെടലുകളിലും ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇന്ത്യക്കും തലവേദനയാകുന്നതാണ്. അതിനാൽ തന്നെ ഇന്ത്യക്ക് ആശങ്കയും പ്രതീക്ഷയും ഒരുപോലെയാണ് ഈ വിഷയത്തിൽ എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിലും കുടിയേറ്റത്തിലും ട്രംപ് നിലപാട് കടുപ്പിക്കാനാണ് സാധ്യത. അതുപോലെ വിദേശത്തു നിന്നുള്ള ഇറക്കുമതി തീരുവ ഉയർത്തുമെന്ന പ്രഖ്യാപനം നടപ്പാക്കിയാൽ ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ, ടെക്സ്റ്റൈൽസ് മേഖലകളെ പ്രതികൂലമായി ബാധിക്കാനും അത് സാധ്യതയുണ്ട്. ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യയും യുഎസും പ്രതിരോധ രംഗത്ത് മികച്ച സഹകരണമായിരുന്നു. ട്രംപും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താനിടയില്ല എന്നാണ് പ്രതീക്ഷ. ചൈനയെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് ട്രംപിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ആഗോള വ്യവസ്ഥിതിയിൽ ചൈന ഉയർത്തുന്ന ഭീഷണിയാണ് ഇന്ത്യയെയും യുഎസിനെയും ചേർത്തു നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ചൈനയുടെ ഭീഷണി നേരിടുന്നതിന് അമേരിക്ക രൂപപ്പെടുത്തിയ ബഹുമുഖ പദ്ധതികളിലൊന്നാണ് ക്വാഡ് എന്ന ചതുർരാഷ്ട്ര സഖ്യം. ചൈനയെ തീർത്തും ശത്രുപക്ഷത്താക്കാനുള്ള വൈമുഖ്യം മൂലം ഇന്ത്യ അല്പം മടിച്ചു നിൽക്കുന്നതിനാൽ ക്വാഡ് ഇതുവരെ പൂർണ്ണ സൈനിക സഖ്യമായി മാറിയിട്ടില്ല. 2020 ലഡാക്കിൽ ചൈനയുമായി സംഘർഷം മൂർച്ഛിച്ചപ്പോൾ ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് പിന്തുണ നൽകിയിരുന്നു. ധാർമ്മികമായി പിന്തുണയ്ക്കുക മാത്രമല്ല, പർവ്വത മേഖലകളിൽ ഉപകാരപ്പെടുന്ന ചില യുദ്ധോപകരണങ്ങൾ നൽകുകയും ചെയ്തു. ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയാൽ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ജോ ബൈഡൻ അധികാരത്തിലെത്തിയപ്പോഴും ഈ നിലപാടിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. യുഎസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മറ്റു രാജ്യങ്ങളെക്കാൾ ഉയർന്ന നികുതിയാണ് ഇന്ത്യ ഏർപ്പെടുത്തുന്നതെന്ന വിമർശനവും ഏറെക്കാലമായി ട്രംപ് ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ അധികാരത്തിലിരുന്നപ്പോൾ ഇന്ത്യയെ ഇറക്കുമതി തീരുവയുടെ രാജാവെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഭീഷണിപ്പെടുത്തി കാര്യം നേടാനുള്ള ട്രംപിന്റെ തന്ത്രമാണ് ഇതെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തി. വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ഇറക്കുമതി തീരുവ ട്രംപ് ഒരായുധമാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടേണ്ടി വരും. വാണിജ്യത്തിൽ ഇന്ത്യക്ക് നൽകിയിരുന്ന മുൻഗണനാ പദവി റദ്ദാക്കിയത് ട്രംപായിരുന്നു. ബൈഡൻ അത് പുനഃസ്ഥാപിച്ചുമില്ല. കച്ചവടത്തിൽ ഒരുതരം വിവേചനവും പരിഗണനയും പാടില്ലെന്ന് വാദിക്കുന്ന ട്രംപ് വീണ്ടും വരുമ്പോൾ നീക്കുപോക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസയർപ്പിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംബന്ധിച്ചില്ലെങ്കിലും അമേരിക്കയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടത് ചെയ്യുമെന്ന സൂചനയാണ് മോദി നൽകിയത്. തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപിന് മോദി ആശംസകൾ അർപ്പിച്ചത്. ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നതിനും ലോകത്തിന് മികച്ച ഭാവി രൂപപ്പെടുത്തുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മോദി പറഞ്ഞു. വരാനിരിക്കുന്ന വിജയകരമായ കാലയളവിന് ആശംസകൾ നേരുന്നുവെന്നും മോദി പറഞ്ഞു. മോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിബന്ധം അടിവരയിടുന്നതിനായിരുന്നു മോദി ട്രംപിന് അഭിനന്ദന സന്ദേശം അയച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.